ഏറെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാന ബജറ്റിനെ കേര കർഷകർ കാണുന്നത്. നാളികേര വിലസ്ഥിരതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കർഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളികേര ഉപ ഉൽപ്പന്നങ്ങളുടെ വിപണിക്കായി പ്രത്യേകം തുക വകയിരുത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കേര കർഷകർ കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ അവർക്ക് സഹായകരമാകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നാളികേരത്തിന്റെ ഉൽപാദനം കുറവാണ്, അതേസമയം വിലയുണ്ട്. ഉൽപാദനമുള്ള സമയത്തും വില ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു കർഷകർ. കേര കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവുമെന്നാണ് കരുതുന്നത്. അതിന് പ്രധാനമായിട്ട് വേണ്ടത്, ഇപ്പോൾ തേങ്ങ ഇല്ലാത്ത കാലത്താണ് വിലയുള്ളത്. പക്ഷേ തേങ്ങ ഉള്ള കാലത്ത് ഈ വില ഇടിഞ്ഞു പോവാതെ നിലനിർത്താൻ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ 57 രൂപ 55 രൂപയൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം തേങ്ങ എടുക്കുന്നുണ്ട് ഒരു കിലോ. അപ്പോൾ 400 ഗ്രാം തേങ്ങ കിട്ടുകയാണെങ്കിൽ ഒരു 22 രൂപ 23 രൂപ ഒരു കർഷകന് കിട്ടും. അത് വലുതല്ല. പണ്ട് വളരെ കുറഞ്ഞതും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിരുന്ന ഒരു കാലത്തെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഇത് വലിയ വില എന്ന് നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ കർഷകന് ഒരു 30-35 രൂപയെങ്കിലും ഒരു തേങ്ങയ്ക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അയാൾക്കത് മുതലാവുള്ളൂ. നാളികേരം സംഭരിക്കുമ്പോഴുള്ള തുക വർദ്ധിപ്പിക്കണം. കുരങ്ങ്, കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം പരിഹരിക്കാൻ തുക വകയിരുത്തണം തുടങ്ങിയവയാണ് കർഷകരുടെ ആവശ്യം. കുറ്റ്യാടി തേങ്ങയുടെ ഗുണമേന്മ കണക്കിലെടുത്ത് ഈ മേഖലയ്ക്കായി പ്രത്യേക ഫണ്ടും നാളികേരത്തിൽ നിന്നുള്ള ഉപ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള വിപണി സഹായവും കുറ്റ്യാടി മേഖലയിലെ കർഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. മിഥില ബാലൻ, 24 കോഴിക്കോട്.